ഹലോ, നല്ല നമസ്കാരം. ദുരന്തർ ഒരു ശരാശരി സിനിമയായിട്ടാണ് മാത്രമാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് ഞാൻ ടീസറും ട്രെയിലറും കണ്ടതനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് ഈ സിനിമ ഉയർന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അനിമലും അതോടൊപ്പം തന്നെ മാർക്കോയും പോലുള്ള ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ആ ഒരു പാറ്റേണിലുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് ഈ സിനിമ ഉയർന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ആദ്യ പ്രതികരണം ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ദൈർഘ്യം. ഏകദേശം 3 മണിക്കൂർ 3.5 മണിക്കൂർ കൂടുതലുണ്ട്. ഏകദേശം 3 മണിക്കൂർ 35 മിനിറ്റ് എന്തോ ഉണ്ട് ഈ സിനിമയുടെ ദൈർഘ്യം തന്നെ. വളരെയധികം നീണ്ട ഒരു സമയദൈർഘ്യം. എന്നാൽ ഈ സിനിമ പൂർത്തീകരിച്ചതുമില്ല. അതാണ് ഇതിനേക്കാളും കഷ്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീനുകൾ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സീനുകളുണ്ട്. കാരണം ഒരുപക്ഷെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ സിനിമകൾ ഇതുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. ഈ ഊറി പോലുള്ള ഒരു സിനിമയുടെ സംവിധാനമായിട്ടുള്ള ആദിത്യദാർ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ച ആ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ, ഒരു എക്സ്പെരിമെൻറ്റ്, ആ ഒരു സാധനം അദ്ദേഹം തന്നില്ലെന്നേ. നമുക്ക് വേണ്ടത്ര രീതിയിൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ രൺവീർ സിംഗിൻ്റെ ആ ഒരു എൻട്രിയെ കൊണ്ടല്ല, ഒരു നായകനല്ലേ, അദ്ദേഹത്തിന് ആ ഒരു നല്ലൊരു എൻട്രി കൊടുക്കണ്ടേ? വളരെ മോശമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ മാസ് ഒട്ടുമില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എൻട്രി പോലും. രൺവീർ കപൂർ ഒരു 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 ആക്ടറല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തു കൊണ്ട് വരുവാൻ വേണ്ടി ഡയറക്ടറിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിൽ റൊമാൻസിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. രൺവീർ സിംഗിൻ്റെയും നായിക സാറ അർജുൻ്റെയും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം ഉണ്ടല്ലോ, വർക്കാവുന്നില്ല. ഇവരുടെ ഈ പ്രായത്തിൽ തമ്മിലുള്ള വ്യത്യാസവും അതോടൊപ്പം തന്നെ ഈ ലവ് സ്റ്റോറിയെ അവസാനം കൊണ്ടിട്ട് ഈ കഥയിൽ കൊണ്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പെടുന്ന പാടുണ്ടല്ലോ, പെറ്റ തള്ള സഹിക്കത്തില്ല. ആ രീതിയിലാണ് ഇവിടെ പ്രണയരംഗങ്ങൾ വെറും മിസ് മാച്ചിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും നായികയും നായകനും തമ്മിലുള്ള ഒരു ബന്ധമില്ലാത്ത പ്രണയകഥയും ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി പോലും വർക്കാവുന്നില്ല. നമ്മൾ ട്രെയിലറിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ച അർജുൻ രാംപാലിന് ഈ സിനിമയിലുണ്ടല്ലോ വെറും 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് അത്ര മാത്രമേ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ സഞ്ജയത്തിനെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സീനുകളെല്ലാം തന്നെ കൃത്യമായിട്ടും സ്ക്രീൻ മാറ്റ് ഇട്ടിട്ടാണ് ചിത്രീകരിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫിക്സും എഡിറ്റിംഗ് ചെയ്ത് വച്ചിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ അക്ഷയ് ഖന്നയുടെ പ്രകടനം സൂപ്പറായിരുന്നു. നന്നായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സംഗീതം, ഇതിൻ്റെ പാട്ടുകൾ, എന്തൊരു പാട്ടാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് തന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഒരു വികാരം തരുന്ന, അല്ലെങ്കിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാധനം ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിനേക്കാൾ രസം തരുന്ന ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി അടുത്ത വർഷം മാർച്ച് 19 വീണ്ടും റിലീസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് പാർട്ട്. ഇത്രയും ദൈർഘ്യം 3.5 മണിക്കൂർ കൂടുതൽ ഉണ്ടായിട്ട് പോലും ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം എന്ന് പറയുന്നത്. എന്ത് ദുരന്തർ ഒരു വലിയൊരു ദുരന്തമായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ട്, അത് കൂടി ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിൻ്റെ ആ ഒരു നഗരത്തിലെ ലിയോരി ടൗൺ എന്ന പ്രദേശത്തെ ഗ്യാങ് വാർ ആയിട്ടാണ് ഈ സിനിമയുടെ പശ്ചാത്തലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ നന്നായിട്ട് തന്നെ ഒറ്റയടിക്ക് ഇതാക്കാതെ ഒരു കഥാപാത്രത്തിലൂടെ നമ്മളെ അവിടെ എത്തിക്കുകയാണ്. രൺവീർ സിംഗിൻ്റെ ആ കഥാപാത്രത്തിലൂടെ പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടെ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന രീതി, അത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെ പാകിസ്ഥാനുമായിട്ടുള്ള കുറേ പഴയ ഓഡിയോയും കുറേ വീഡിയോ ഒക്കെ ഇതിൽ റിയലിസ്റ്റിക്കിന് വേണ്ടി കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുള്ളതും അതും വളരെയധികം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാധാരണ ഇതുപോലുള്ള സിനിമകളിൽ കുറേ സ്ലോ മോഷൻസും കുറേ വലിയ ബഹളവും വലിയ ലൗഡായിട്ടുള്ള ബഹളം വച്ച് വളരെ ലൗഡാക്കിയിട്ട് ബഹളം വച്ച് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സാധനങ്ങളൊന്നും ഇതിലില്ലായിരുന്നു എന്നതും ഇതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ യഥാർത്ഥ സംഭവങ്ങളെ സിനിമയുടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ ചരിത്ര സംഭവങ്ങളെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സൂചിപ്പിക്കുന്ന കഥയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ചില യാഥാർത്ഥ്യമായിട്ടുള്ള ഫുട്ടേജുകളും ഓഡിയോസും കുറേ സാധനങ്ങൾ ഫോട്ടോസും ഒക്കെ
വീഡിയോസും ഒക്കെ കാണിക്കാൻ ശ്രമിച്ചത് അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഷോട്ടുകൾക്കിടയിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും വളരെയധികം വൈകാരികമായിട്ടുള്ള ഈ കഥയിലേക്ക് വൈകാരികമായിട്ട് നമുക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രകടനങ്ങളുടെ കാര്യത്തിൽ എല്ലാ അഭിനേതാക്കളും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അക്ഷയ് ഖന്നയുടെ പ്രകടനം വളരെയധികം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രൺവീർ സിംഗ്, അതോടൊപ്പം തന്നെ മാധവൻ, അതോടൊപ്പം തന്നെ സഞ്ജയത്ത്, അർജുൻ രാംപാൽ എല്ലാവരും തന്നെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നായകനായിട്ടുള്ള രൺവീർ സിംഗിനെ മാത്രമായിട്ട് ഇത് മെൻഷൻ ചെയ്യാതെ പലപ്പോഴും നായകനെ പിന്നിലാക്കിക്കൊണ്ട് പല കഥാപാത്രങ്ങളും മുന്നിലേക്ക് വരുന്ന രീതിയും വളരെയധികം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സീനുകളിലും രൺവീർ സിംഗ് ബാക്കിലേക്ക് പോകുന്ന പല സീനുകളും വന്നിട്ടുണ്ട്. അത് വളരെയധികം ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമ 18+A, അപ്പോൾ ഒരുപാട് വയലൻസ് ഉണ്ട്. വയലൻസ് ബ്രൂട്ടലിൻ്റെ ഹൈ സാധനമാണ്. പിന്നെ ചീത്തവിളിയും ബഹളവുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് ആരും തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും കുറേ വയലൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. പക്ഷേ ഇതിനു മുമ്പ് ഇതേ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 7 മണിക്കൂറോളം ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക്